ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഭൂരിയാണ് കേട്ടോ. അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല സോഫ്റ്റ് ഭൂരി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവ ചേർക്കുന്നത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു ഉപ്പും റവയും മൈദയെല്ലാം നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ മാവിൽ നല്ലപോലെ തന്നെ സ്പ്രെഡായിട്ട് ഉണ്ടാവണം. കൈവച്ച് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക. അതിൽ ടൈറ്റിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ കട്ടയായി നിൽക്കുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു പരുവാവുന്ന വരെ കൈവച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. ഒരുപാട് തിളച്ചതായിരിക്കരുത്, എന്നാൽ ഒരുപാട് ആറിയതും ആയിരിക്കരുത്. ഒരു ഇളം ചൂടാണ് വേണ്ടത്. ആദ്യം ഒരു സ്പൂൺ കൊണ്ട് മാവ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. വെള്ളം ഇളം ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് പാകമായി വരും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ടായിരിക്കണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ആ മാവ് നല്ലപോലെ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടേ കുറച്ച് ഓയിലും കൂടെ ആക്കി കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നനഞ്ഞ ഒരു തുണി ഉണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പൂരിയുടെ മാവ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതും ഒരു ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി കഷ്ണാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് കുറച്ച് ഇതുപോലെ അത്യാവശ്യം ചെറിയ ബോൾസ് മാവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. പൊടി വെച്ചിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചുട്ടെടുക്കുന്ന എണ്ണയിൽ പൊടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഭൂരി ചുട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ പൊടി ഭൂരിയിലൊക്കെ ഇങ്ങനെ കറുത്ത കളറായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഭൂരിയുടെ വലിപ്പം വേണ്ടത് നോക്കി പാകത്തിനുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഒരു ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് പ്ലേറ്റ് കൊണ്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലെടുക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് പരത്തിയെടുക്കാം. ഓയിൽ പേപ്പറിൽ കുറച്ചായി എണ്ണയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വട്ടമൊന്നും കിട്ടില്ല, എന്നാലും ഒരു വിധത്തിലുള്ള വട്ടത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൊടി വെച്ചിട്ട് പരത്തിയെടുക്കുന്നതാണ് ഈസിയെങ്കിൽ അതും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഇതുപോലെ ഓയിൽ പേപ്പറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുക. ഇപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പരത്തിയെടുത്തിട്ടുള്ള ഓരോ ഭൂരിയും ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം. ഒരു 2 സെക്കൻഡിനുള്ളിൽ ഭൂരി മുകളിലേക്ക് നല്ലപോലെ വീർത്ത് പൊന്തി വരും. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എടുത്തു മാറ്റാവുന്നതാണ്. നല്ലോണം മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ ഭൂരി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഭൂരി റെഡിയായി വരുമ്പോഴത്തേക്കും ഭൂരിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും കോളിഫ്ലവറും സവാളയും എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അഥവാ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടൊന്നിങ്ങനെ കുത്തി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിനി നമ്മൾ താളിക്കാൻ വേണ്ടി പോവുകയാണ്. താളിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ലേശം വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക്
വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ തന്നെ മൊരിയിച്ചെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ മൊരിയിച്ചെടുക്കുക. ലേശം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയും നല്ലപോലെ മൊരിഞ്ഞ് വരികയും കൂടെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ലേശം ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറി വേണമെങ്കിൽ ഈ ഒരു പാനിലേക്ക് ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ താളിച്ചെടുത്തത് കറിയിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് താളിച്ചെടുത്തത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.